പാരമ്പര്യത്തിൻ്റെ ഇശലുകളിൽ പാട്ടിൻ്റെ പാലാഴി തീർത്ത്, ധിഷണയുടെ കരുത്തിൽ വാഗ്വിലാസത്തിൻ്റെ പിണറുകൾ ഉതിർത്ത്, വാക്കിലും വരയിലും സമരത്തിൻ്റെ വീറു നിറച്ച്, കല കലഹിക്കാൻ കൂടിയുള്ളതാണെന്ന് ഉറക്കെയുറക്കെ വിളംബരപ്പെടുത്തുകയാണ് SSF. കലയും സാഹിത്യവും ഉണർവിൻ്റെ ഉത്സവമാഘോഷിക്കുകയാണിവിടെ. 19ാമത് SSF സംസ്ഥാന സാഹിത്യോത്സവ്. ഓളപ്പരപ്പുകളിൽ വിസ്മയക്കാഴ്ചയൊരുക്കുന്ന ജലോത്സവങ്ങളുടെ നാട്ടിൽ കായംകുളം MSM കോളേജിൽ 2 ദിനങ്ങളിലായി നടന്ന സംസ്ഥാന സാഹിത്യോത്സവ് മറ്റൊരു ജലോത്സവത്തിൻ്റെ വീറും വീര്യവുമാണ് ആസ്വാദകർക്ക് സമ്മാനിച്ചത്. ആഞ്ഞുതുഴഞ്ഞെത്തുന്ന ആവേശമാണ് ചമ്പക്കുളത്തും പുന്നമടക്കായലിലും ആരവം സൃഷ്ടിക്കുന്നതെങ്കിൽ, പാടിയും പറഞ്ഞും എഴുതിയും വരച്ചുമാണ് സാഹിത്യോത്സവ് പ്രതിഭകൾ മത്സരവേദികളെ പുളകമണിയിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا مولانا محمد. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനു പ്രാധാന്യം നൽകുന്ന ഒരു ഘട്ടത്തിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് തന്നെയും പലപ്പോഴും വലിയ പണച്ചെലവില്ലാതെ അവരുടെ കഴിവുകളെ പരിശീലിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും പറ്റിയ സാഹചര്യം ഉണ്ടാവുക എന്നത് തികച്ചും സന്തോഷകരമായ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ സംരംഭകരും ഏജൻസികളും സർക്കാർ സംവിധാനങ്ങളുമൊക്കെയും നമ്മുടെ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ മത്സര പരിപാടികളിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർത്തും സർക്കാർ ഇതര ഏജൻസികളിൽ കഴിഞ്ഞ 19 വർഷക്കാലമായി മികവുറ്റ സംഘാടനത്തോടെയും അസൂയാവഹമായ സംവിധാനത്തോടെയും സംഘടിപ്പിച്ചു വരുന്ന SSFന്റെ സാഹിത്യോത്സവ ഈ ഒരു വഴിയിൽ വേറിട്ടതും അതോടൊപ്പം തന്നെ പ്രശംസയ്ക്ക് വിധേയമാക്കപ്പെട്ടതുമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഓരോ തവണയും SSFന്റെ സാഹിത്യോത്സവ് വർഷാവർഷവും സംഘടിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം പണം മുടക്കിക്കൊണ്ട് പരിശീലനം നേടി വരാൻ കഴിയാത്ത ഒരുപാട് കുരുന്നുകൾക്ക് വേദിയൊരുക്കാൻ SSFന്റെ സാഹിത്യോത്സവ് കാരണമാകുന്നു എന്നത് എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റേതിനെയും പോലെ ലാഭക്കൊതിക്ക് വേണ്ടി കലാ സാഹിത്യത്തെ മലിനപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. യൂണിറ്റ് മുതൽ സ്റ്റേറ്റ് വരെയുള്ള സാഹിത്യോത്സവങ്ങൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ കലാസാഹിത്യത്തിൻ്റെ പുതിയ വിരുന്നുകളൊരുക്കുന്ന നല്ല ആസ്വാദനകരമായ അവസ്ഥകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുയർത്തിപ്പിടിക്കുന്ന താല്പര്യങ്ങളും മൂല്യങ്ങളുമായി ഈ സംഘടന കൂടുതൽ മുന്നോട്ട് പോകണം എന്ന പ്രതിജ്ഞയിലും ആ അർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനത്തിലുമാണ് SSF ഉള്ളത് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ആസുരമായ ഒരു കാലഘട്ടത്തിൽ പഴയ കലാരൂപങ്ങൾ, നമ്മുടെ തനതായ കലാരൂപങ്ങളൊക്കെ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്മൃതി മുദ്രകളെ, സാംസ്കാരിക മുദ്രകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള, യഥാർത്ഥ മാപ്പിള കലകളെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനുമുള്ള ഒരു സംരംഭം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് ഇങ്ങനെയുള്ള മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നലത്തെ കലാരൂപങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന, അതിനെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പഴയ മ്യൂസിക് വേണ്ട, പഴയ സംഗീതം വേണ്ട, ഇവിടെ റോക്ക് മ്യൂസിക് മതി, റാപ്പ് മ്യൂസിക് മതി, ചാനൽ മ്യൂസിക് മതി, ഇവിടെ കൊലവറി പാട്ട് മതി. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കലയെ പറ്റിയും സാഹിത്യത്തെ പറ്റിയുമുള്ള ആ ധാരണയിലേക്ക്, ആ പ്രാപഞ്ചിക വീക്ഷണത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകാനുള്ള ഈ സംരംഭം ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. മാപ്പിള കലാ പൈതൃകം എന്നുള്ള
ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് ചർച്ച തുടങ്ങി വെക്കാനാണ് എനിക്കുള്ള ഊഴം വന്നിരിക്കുന്നത്. മാപ്പിളപ്പാട്ടുകളാണ് മാപ്പിളക്കലയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് ഒപ്പനയായാലും കോൽക്കളിയായാലും വട്ടപ്പാട്ടായാലും മറ്റുള്ള ഏത് കലകളായാലും അതിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് മാപ്പിളപ്പാട്ടുകളാണ്. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഗാനശാഖ അത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാപ്പിളപ്പാട്ടുകൾ എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്നു എങ്കിലും അതിൽ ബഹുഭൂരിഭാഗവും മാപ്പില്ലാ പാട്ടുകളാണ് ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തലമുറയിലെ പാട്ടുകാരും എഴുത്തുകാരുമെല്ലാം ഒരു മാപ്പിളപ്പാട്ട് സംസ്കാരം ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. അത് മാപ്പിളപ്പാട്ടും ആ മാപ്പിളപ്പാട്ട് സംസ്കാരവും തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മോരും മുതിരയും പോലെ, അല്ലെങ്കിൽ കടലും കടലാടിയും പോലെയൊക്കെ പറയാനേ കഴിയുള്ളൂ. നീ എൻ്റെതായാലും ഞാൻ എൻ്റെതായാലും എന്ത് സംഭവിക്കുമെന്ന ബോധം പോലുമില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഒരു മാപ്പിളപ്പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ പാടുന്നത് നീ എൻ്റെതല്ലേ ഞാൻ എൻ്റെതല്ലേ. അതല്ലെങ്കിൽ നെഞ്ചിനുള്ളിലെയും മൂക്കിനുള്ളിലെയും പാത്തുമ്മയെക്കുറിച്ചാണ് അവർ പാടുന്നത്. ഇതുമല്ലെങ്കിൽ അമ്മായി അപ്പം ചുട്ടിട്ട് അമ്മായിക്ക് വട്ടായിപ്പോയ പാട്ടാണ് കുട്ടികൾ പാടുന്നത്. ഇതിനൊക്കെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും ശ്രാവ്യ മാധ്യമങ്ങളും ഒക്കെ ഒരുപാട് പിന്തുണയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാപ്പിളപ്പാട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ മാപ്പിളപ്പാട്ട് എന്താണ്? പ്രാക്തനമായ അടിസ്ഥാനപരമായ ചില ഇശലുകളിൽ, ചില ട്യൂണുകളിൽ രചിക്കപ്പെട്ട പാട്ടുകൾക്കാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയാൻ. മാപ്പിളപ്പാട്ട് എന്ന് മുഴുവൻ പറയാൻ പറ്റില്ലെങ്കിലും മാപ്പിളപ്പാട്ട് എന്ന് വിളിക്കുക അത്തരം പാട്ടുകൾക്കാണ്. ഒരു മേശയ്ക്ക് 4 കാലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാലേ ആയിട്ടുള്ളൂ. ഇത് ഇശലിൽ രചിക്കപ്പെട്ട പാട്ടുകളാണെങ്കിൽ അടിസ്ഥാനം ഇശലാണ് എന്ന് മാത്രം നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുക. ആ അടിസ്ഥാനം പോലും ഇല്ലാതെയാണ് ഇന്ന് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മാപ്പിളപ്പാട്ടുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളെ ഉപയോഗപ്പെടുത്താതെ സിനിമക്ക് പാട്ടുകൾ ഉണ്ടാകുന്നത് പോലെ ഗാനരചയിതാവും സംഗീത സംവിധായകനും ഒരു മുറിയിൽ അടച്ചിരുന്ന് ഗാനരചയിതാവിൻ്റെ ഹാർമോണിയക്കട്ടയിൽ വിരിയുന്ന രാഗങ്ങൾക്കനുസരിച്ച് പാട്ടെഴുതുന്ന ഒരു ഗാനസമ്പ്രദായമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല വരികളിൽ കവിത വേണ്ട, കാൽപ്പനികത വേണ്ട, അതൊന്നും പ്രശ്നമല്ല, വർത്തമാനം മൂത്തുപാട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാപ്പിളമാർക്ക് ഒരൊറ്റ വികാരേ ഉള്ളൂ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ഒരൊറ്റ വികാരത്തിന്മ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള പാട്ടുകളാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൽബം സമ്പ്രദായം എന്ന് മാപ്പിളപ്പാട്ടുകൾ കേൾക്കുന്നതിൽ നിന്ന് കാണാനുള്ളതായി പാട്ടുകൾ മാറിയോ അന്ന് തുടങ്ങി ഇതിൻ്റെ ദുരവസ്ഥ. അറബി മലയാള സാഹിത്യവും അതുപോലെ തന്നെ മാപ്പിള സാഹിത്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ പ്രാക്തനമായ ഇശലുകളിൽ വിരചിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാപ്പിളപ്പാട്ടല്ലാത്ത പാട്ടുകളൊക്കെ, സിനിമക്കൊക്കെ ഉള്ള പാട്ടുകളുണ്ടല്ലോ, അത് എഴുതുന്ന ആളുകൾക്ക് മുട്ട് വരച്ചുകൊണ്ടാണ് അവരെഴുതുക. അവരൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടേ എഴുതാറുള്ളൂ. കാരണം TP ശാസ്തമംഗലം പോലെയുള്ള ആളുകൾ ചാനലുകളിലും പത്രഭക്തികളിലുമൊക്കെ അവരെ കടിച്ചു കീറാൻ, അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കാത്തിക്കുകയാണ്. പക്ഷേ മാപ്പിളപ്പാട്ടുകാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. മാപ്പിളപ്പാട്ട്, മാപ്പിളക്കലകൾ ഇന്ന് ഏറെ സുവർണമായ കാലഘട്ടമാണ് മാപ്പിളക്കലകൾക്ക്, മാപ്പിളപ്പാട്ടിന് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാലത്ത് സീറാ പാരായണ സദസ്സുകളിൽ ബദറിൻ്റെയും മുഹദിൻ്റെയും ഒക്കെ
അതേപോലെയുള്ള ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന സീറാപാരായണ സദസ്സിൽ ഒതുങ്ങി നിന്ന മാപ്പിളപ്പാട്ടിനെ പിന്നീട് ഗ്രാമഫോൺ റെക്കോർഡിൻ്റെ കാലഘട്ടത്തിൽ ശുദ്ധ മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ വന്നു. ഈ പാട്ട് മേഖലയെ സമ്പന്നമാക്കി. തുടർന്ന് കാസറ്റ് യുഗം വന്നു. ഇപ്പോൾ CD, അത് വിഷ്വൽ യുഗം വന്നിരിക്കുകയാണ്. ചാനലുകളൊക്കെ ഇന്ന് വളരെ സജീവമാണ്. ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇന്ന് മലബാറിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിലോ സജീവമായ മാപ്പിളപ്പാട്ടിനെ മലയാളികൾ ഉള്ളിടത്തെല്ലാം ചർച്ച ചെയ്യുന്ന രീതിയിൽ ഇന്ന് ഏറെ ജനകീയമാക്കി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പാട്ട് കേവലം ഒരു പാട്ടായിട്ടല്ല ഈ സമൂഹം കാണുന്നത്. കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ സാംസ്കാരികമായ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ വിശേഷിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ സജീവമായ ഒരു സംഗീത ശാഖ, ഏത് സമൂഹത്തിൻ്റെ ഇടയിലും അവരുടേതായ സംഗീത ശാഖകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ ഒരു എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് വളരെ സജീവമായ ഈ സാഹിത്യ ശാഖ അല്ലെങ്കിൽ ഈ സംഗീത ശാഖ, ഇതൊരു സംഗീത ശാഖ മാത്രമല്ല, സാഹിത്യ സംഗീത ശാഖയാണ്. ഇവിടെ ഇത് സംബന്ധിച്ചുള്ള ഏറെ ആശങ്കകൾ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം. പലർക്കും പല അഭിപ്രായങ്ങളും ഈ ഭാഗത്തുണ്ടാവാം. കാരണം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ മുഴങ്ങി നിൽക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിപ്രസരത്തെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പഴയ പാട്ടുകളൊക്കെ നല്ലതാണ്, പുതിയതൊക്കെ മോശമാണ് എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. പഴയതൊക്കെ നല്ലതാണ്, പുതിയതൊക്കെ മോശമെന്ന് പറയുന്ന പ്രവണതയുണ്ട്. ഇതൊക്കെ രചയിതാക്കളുടെ ഇടയിലും പാട്ടുകാരുടെ ഇടയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചർച്ചയായി ഞാൻ കാണുന്നു. കാരണം അവരുടെ ഒരു പ്രശ്നമാണത്. ഒരാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം പഴയ ആൾ പാടിയാലും പഴയ ആൾ എഴുതിയാലും പുതിയ ആൾ പാടിയാലും പുതിയ ആൾ എഴുതിയാലും ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൃദ്യമാവുന്നത് അവരുദ്ദേശിക്കുന്ന തലത്തിൽ അതിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രചനകൾ വരുമ്പോൾ, പാടി വരുമ്പോൾ നല്ലത് നമ്മൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനിടയിൽ ഒരുപാട് അപസ്വരങ്ങൾ വരും. ഇതേപോലെയുള്ള എന്താ പറയുക, നേരത്തെ OM സൂചിപ്പിച്ച പോലെ പ്രണയം മാത്രം കൈകാര്യം ചെയ്യുന്ന അതിപ്രസരങ്ങളായ പാട്ടുകളൊക്കെ വന്നിരിക്കും. പക്ഷേ നല്ലത് മാത്രം നിലനിൽക്കുമെന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഈ പാട്ടുകളൊക്കെ ഒരു സീസണിനപ്പുറം ആയുസ് നൽകാത്തത് അത് ജനങ്ങൾ അതിനെ തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ പാട്ട് ഈ വർഷം പാടാൻ പറ്റില്ല. എന്നാൽ ഇത്തരം പാട്ടുകൾ 100 വർഷം പഴക്കമുള്ള 150 വർഷം പഴക്കമുള്ള പാട്ടുകളൊക്കെ ഇപ്പോൾ നമ്മൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതിഭകളായ ആളുകൾ അതിനോട് കാട്ടിയ നീതിയെ നമ്മൾ അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പാട്ടിൻ്റെ സംഗീതവും പാട്ടിൻ്റെ രചനയുമാണ് ചോർന്നു പോയെന്നത് എന്ന അഭിപ്രായക്കാരനാണ്. ഒരു പാട്ടായി തിരിച്ചറിയുന്നത് അതിൻ്റെ ഈണമാണ്. മാപ്പിളപ്പാട്ടിനെ മാപ്പിളപ്പാട്ടായി നമ്മൾ കാണുന്നത് ഈണത്തിലൂടെയാണ്. അങ്ങനെയുള്ള പാട്ടുകൾ, പുതിയ പാട്ടുകൾ നേരിടുന്ന ഒരു പ്രശ്നം അതിൻ്റെ രചനയോട് അതിൻ്റെ സംഗീതത്തോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഞാൻ ഉന്നയിച്ച പ്രശ്നം ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇതെന്തിനെ കൈകാര്യം ചെയ്യുന്നു എന്നതും വലിയൊരു പ്രശ്നമാണ്. ഒരു പാട്ട് കേട്ടാൽ അത് ഭക്തിഗാനമാണ്, മനസ്സിലാവാത്ത ഭാഷയിൽ പാടിയാലും അത് ഭക്തിഗാനമാണെന്ന് നാം മനസ്സിലാക്കിയിരുന്നൊരു കാലഘട്ടം. അത് ഒരു ചരിത്രമാണ് പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം. അത് പ്രണയമാണെന്ന് ഭാഷ അറിയാത്തവനോരും മനസ്സിലാവുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഈ സംഗീത ശാഖ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ആത്മീയപരമായ കാര്യങ്ങളുണ്ട്, നേരം പോക്കുകളുണ്ട്, ചരിത്രമുണ്ട്, അവൻ്റെ ജീവിതമുണ്ട്, സമരമുണ്ട്, എല്ലാമുണ്ട്. അവൻ്റെ തമാശകൾ വരെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭക്തിഗാനം കേൾക്കുമ്പോൾ മറ്റേതോ തലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. PT അബ്ദുറഹിമാൻ്റെ ഒരു ഭക്തിഗാനം കേൾക്കുമ്പോൾ പണ്ട് കാലത്ത് നിങ്ങളൊക്കെ കേട്ട ചില പാട്ടുകളില്ലേ, നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക്. AV മുഹമ്മദ് സാഹിബ് പാടിയുമ്പോൾ എന്തിലും ഇല്ലാ നസീബ്, എത്രയും പാപി ഖരീബ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കഴിവ്, ഇല്ല കക്ഷി ഞാനേ കഴിഭക്ഷകൻ നീയാണേ. ഇങ്ങനെ പാടുമ്പോൾ ഭക്തി എന്ന ഭാവത്തെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുകയാണ്. മുത്ത് റസൂലിൻ്റെ റൗള ശരീഫൊന്ന് കൺപാർക്കാനേറെ കൊതിക്കും ഞാനേ,
എന്നെ പുണ്യമദീനത്തേക്കെത്തിക്കേണേ. നമ്മളിത് പി ടി അബ്ദുറഹിമാൻ എഴുതി പഴയകാലത്ത് കേട്ട ഈ പാട്ട് ഇന്നും സജീവമായി നിലനിൽക്കുന്നില്ലേ? അതേപോലെ എത്രയെത്ര ഭാവങ്ങളെ, എത്രയെത്ര വിഷയങ്ങളാണ് ഇത് കൈകാര്യം ചെയ്തത്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് കൃത്യമായി പരിചയപ്പെടുത്തേണ്ടത്. SSF എന്ന ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് ഈ പാട്ടുകൾ വഹിച്ചിട്ടില്ലേ? പുതിയ തലമുറയിൽ എത്ര പേർക്ക് ഇതറിയാം? മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടും മലപ്പുറം പടപ്പാട്ടും ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നില്ലേ? കമ്പളത്ത് ഗോവിന്ദൻ നായർ ഹിച്ച്കോക്കിൻ്റെ പ്രതിമ തകർക്കുന്നതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പാട്ടെഴുതിയ ചരിത്രം നമുക്കറിയാം. ആ പാട്ടും കണ്ടുകെട്ടി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഭാസ്കരൻ മാഷക്ക് ഒരു മാപ്പിളപ്പാട്ട് എഴുതിയതിൻ്റെ പേരിൽ 3 മാസക്കാലം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിയമ നടപടികളെ പേടിച്ച് ഒളിവിൽ പോകേണ്ടി വന്നു. ഇതൊക്കെ ചരിത്രമാണ്. കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കിയ കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടികളോട് നമ്മൾ സംവദിക്കാറില്ല. വീട്ടമ്മമാരും നമ്മളൊക്കെ ഇതിൽ ഒരേപോലെ പ്രതികളാണ്. നമ്മളെ കുട്ടികൾ കേട്ട് പഠിക്കുന്നത് വിഷ്വൽ മീഡിയയിൽ കാണുന്നത് എന്താണ്? ഞാനും നിങ്ങളും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ കുട്ടികൾ TV-യുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ എഴുന്നേറ്റ് പോകുന്നു. അവർക്ക് വാർത്താ ചാനലുകളിൽ താല്പര്യമില്ല. പലപ്പോഴും നമ്മളങ്ങനെ താല്പര്യപ്പെടുമ്പോൾ നമ്മളെ കുട്ടികൾ കാണുന്നത് പ്രാദേശിക ചാനലുകൾ വഴി പുറത്തുവിടുന്ന അശ്ലീല രംഗങ്ങളുള്ള പാട്ടുകളാണ്. പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും എഴുതുന്നതും പാടുന്നതുമൊക്കെ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി മാർഗനിർദ്ദേശമുള്ള ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക പൈതൃകമാണെന്ന് അവകാശപ്പെടുന്ന സംഗീത ശാഖയാണ് ഏറ്റവും മലീമസമായി കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടയില്ലേ? മഹാന്മാരായ ആളുടെ കഥകൾ, സന്ദേശമുള്ള സംഭവങ്ങൾ നമ്മോട് പറഞ്ഞു തന്നത് പാട്ടുകൾ തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ മദ്രസയിലും സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ഞാൻ മുതിർന്ന സമയത്താണ് ഒരു പാട്ട് കേൾക്കുന്നത്. ഞാൻ ഇസ്ലാമിക ചരിത്രം പഠിച്ച ആളല്ല. ആ കാലഘട്ടത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട ഒരു പാട്ടാണ്. അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകരായെന്നോ പ്രാണസഖി. നന്നായറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അമവിയ ഭരണകാലഘട്ടത്തിലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ മഹാരഥനെ ഞാനും നിങ്ങളും കേട്ടത്, നമ്മളെ പരിചയപ്പെടുത്തിയത് ഈ പാട്ടായിരിക്കും. ഇതേപോലെയുള്ള മഹാരഥന്മാരെക്കുറിച്ച് നാം പറഞ്ഞു തരാൻ പുതിയ കാലഘട്ടത്തിൽ രചയിതാക്കളും ഗായകരും തുനിയുന്നില്ല. അതിന് നമ്മളൊക്കെ കുറ്റക്കാരാണ്. ഈ ആസ്വാദകരായ നമ്മളാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രചാരം നൽകേണ്ടത്. ഈ മാർക്കറ്റ് നോക്കിയാണ് എല്ലാവരും പാട്ട് എഴുതുന്നതും പാടുന്നതുമൊക്കെ. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വർത്തമാനകാലത്തെ എങ്ങനെ പാട്ടുകൾ അടയാളപ്പെടുത്തുന്നു. ഈ പാട്ടിലൊരു വരിയുണ്ട്. അമവിയ രാജകുമാരൻ സുഖലോലുപനാം അബ്ദുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. നിങ്ങൾ ആലോചിക്കുന്നത്, അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറിയ അസീസ് രാജകുമാരനെ കുറിച്ച് പറയുകയല്ലേ? ഈ സമകാലിക സംഭവങ്ങളോട് നമ്മൾ ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളും നമ്മൾക്ക് നൽകിയ പാട്ടാണ് ഇത്. മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഉപദേശങ്ങളും സാരോപദേശങ്ങളും ഒക്കെ പാട്ടുകൾ നൽകിയിട്ടുണ്ട്. ഈ വിഷ്വൽ മീഡിയ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ഫുത്തുഹുശ്ശാം എന്ന ചേറ്റി പരീക്കുട്ടിയുടെ കൃതിയിൽ മാനീത കൊതി കൽബിൽ എന്ന വികാരഭരിതമായ ഒരു രംഗമുണ്ട്, വിവരിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഭർത്താവിൻ്റെ മയ്യത്ത് തിരിച്ചറിഞ്ഞ് മടിയിൽ വെച്ചുകൊണ്ട് വിലാപമാണ്. നിങ്ങളൊക്കെ പാട്ടാണ്. മാതാ കോതി കൽബിൽ മദിരപ്പൂങ്കനി തേനെ മദന പൂങ്കനിയേയൻ മഹബൂബരേ. വളരെ മനോഹരമായ വരികളാണ്. ഇത് ഒരു ചാനലിൽ ഞാൻ കാണുക, നൃത്തം ചെയ്തുകൊണ്ടൊരു കുട്ടി പാടുകയാണ്. പാടുന്നവർക്കറിയില്ല എന്താണെന്ന്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സങ്കര ഭാഷയിൽ പാട്ടുകുന്നോ ശുദ്ധ മലയാളത്തിൽ പാട്ടുകുന്നു എന്നുള്ളതല്ല. ഇതിൻ്റെ ഈണത്തോട് നീതി പുലർത്തുക, ഇതിൻ്റെ ഭാവത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ഈ കുട്ടിക്കറിയില്ല എന്താണ് ഇവിടെ കുട്ടിയെ പഠിപ്പിച്ചു പോയില്ല. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പാട്ടൊക്കെ എന്താ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് ആലോചിച്ചുകൊണ്ട് പാടുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അത് സംഗീതം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം വേറിട്ട് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ
മദീന നിവാസികൾക്കിടയിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ദഫ്മുട്ട്. അംർ ബിൻ ആസിബ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലമ്മ റജഅ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന, അള്ളാഹിൻ്റെ ഹബീബ് മദീനയിലേക്ക്, മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ, അന്ന് മദീനയിലെ പ്രസിദ്ധ തറവാട്ടുകാരായ ബനൂ നജ്ജാറിലെ ചെറിയ കുട്ടികൾ വന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹ അനുയായികളെയും ദഫ്മുട്ടി സ്വീകരിച്ചു. ആ സ്വീകരണ ഘോഷയാത്രക്ക് അള്ളാഹിൻ്റെ ഹബീബ് മൗനാനുവാദം കൊടുത്തു. ഹബീബിൻ്റെ മൗനാനുവാദം ഒരു വിഷയത്തിൽ അള്ളാഹിൻ്റെ റസൂല് മൗനാനുവാദം കൊടുത്താൽ ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചര്യയാണ്, സുന്നത്താണ്. അന്ന് മുതലാണ് ദഫിന് ഇസ്ലാമിക മുഖമുണ്ടായത്. പ്രവാചകർക്ക് ശേഷം സഹാബികൾ, അത് കഴിഞ്ഞ് സൂഫി വര്യന്മാരാണ് ദഫ്മുട്ടെന്ന അനുഷ്ഠാന കലയെ പരിപോഷിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും. ഇതിൽ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിച്ചത് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച 4 കുത്തുബുമാരിൽ പ്രധാനിയായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ഡിഫായി തങ്ങളാണ് കൂടുതൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിലെ ദഫിന് സൂഫി ടച്ച് വരാൻ കഴിഞ്ഞത്. ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിൽ എത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങി നിന്ന ഈ കലാരൂപം 1977 പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 8 ഇഞ്ച് വ്യാസത്തിൽ പ്ലാവിൻ കുറ്റി കടഞ്ഞെടുത്ത് ആട്ടിൻ തോൽ സ്ഫുടം ചെയ്ത് ചരട് മുറുക്കി ശ്രുതി നിയന്ത്രിക്കുന്ന ഒരു ഉപകരണത്തിനാണ് ദഫ് എന്ന് പറയുക. ബൈത്താണ് ദഫിൻ്റെ ജീവനാടി. സൂഫി സ്വാധീനമുള്ള ബൈത്തുകളാണ് കൂടുതലായിട്ട് പാടി വരാറുള്ളത്. പുരാതന ബാബിലോണിൽ ഒരു ഗ്രാമപ്രദേശമാണ് അറബന. ഈ കലാരൂപവും ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് കേരളത്തിൽ എത്തിച്ചേരുന്നത്. 1980 വരെ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങുന്ന ഈ കലാരൂപം 1992 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു ഇനമായിട്ട് ഉൾപ്പെടുത്തിയത്. ദഫിൻ്റെ ബൈത്തും അറബനയുടെ ബൈത്തും രണ്ടും രണ്ടാണ്. ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ഉപകരണം വ്യത്യാസമുള്ളത് പോലെ തന്നെ ബൈത്തുകളിലും നല്ല വ്യത്യാസമുണ്ട്. എന്തിനാണ് മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്തേക്ക് താങ്കൾ കാലെടുത്ത് വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ആ കവിതാ സമാഹാരം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളെ അന്വേഷിച്ചു. അവരോടൊക്കെ ഈ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പാടിത്തന്നു എന്നല്ലാതെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ചോദിച്ചു വിഷമിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വയം തോന്നിയതാണ് എന്തുകൊണ്ട് ഇത് പഠിച്ചുകൂടാ എന്ന്. അപ്പം അദ്ദേഹത്തിന് ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു കലയായിട്ടോ അല്ലെങ്കിൽ സാഹിത്യമായിട്ടോ അദ്ദേഹം കണ്ടിട്ടില്ല. കാരണം നേരത്തെ കമ്പളത്തിനെക്കുറിച്ചും ഭാസ്കര മാഷെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. കാരണം മാപ്പിള സാഹിത്യം എന്നതിന് അതിരുകളില്ല. അത് ഒരു സമൂഹത്തിൻ്റെ മുഴുവനും സാഹിത്യമാണ്. അതിന് ഒരു പ്രദേശത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ അതിർവരമ്പുകൾ ഇടാൻ പറ്റില്ല. അതെല്ലാവരും പാടുന്നുണ്ട്. ഇന്ന് സിനിമകളിൽ എല്ലാറ്റിലുമുണ്ട്. പക്ഷേ ബാലകൃഷ്ണ മാഷ് അന്വേഷിച്ചത് അതിൻ്റെ ഭക്തിയാണ്, അതിൻ്റെ ആത്മാവിനെയാണ്. ആ ആത്മാവിനെ അദ്ദേഹം കണ്ടെത്തുക തന്നെ ചെയ്തു. 1970കളിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം മാപ്പിള സാഹിത്യത്തിൻ്റെ ഉൽപ്പത്തിയും അത് എവിടെ നിന്ന് വന്നു, അതിലെ എത്രയെത്ര ഇനങ്ങളുണ്ട്, എത്ര ശൈലികളുണ്ട്, എത്ര ഭാഷകളുണ്ട്, എത്ര സംസ്കാരങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടെത്തി ഒരു 5-8 സംസ്കാരങ്ങളെ ഒക്കെ അദ്ദേഹം പഠിച്ചെടുത്തുമ്പോഴും അതെല്ലാം ഈ മാപ്പിള സാഹിത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനം ഒരിക്കലും ശൃംഗാരമല്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും അമ്മായിപ്പാട്ടും തേങ്ങാപ്പാട്ടും മാങ്ങാപ്പാട്ടും ഒന്നും അല്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭക്തിയാണ്. ഭക്തിയിൽ നിന്നാണ് മാപ്പിള സാഹിത്യം ഉത്ഭവിക്കുന്നത് എന്ന ഒരു ചിന്താധാരയെ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ കൊണ്ട് സാധിച്ചു. അത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അത് പുസ്തകമായി വരികയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ അറിയാതെ സമൂഹം ഈ ബാലകൃഷ്ണൻ മാഷിനെ നെഞ്ചിലേറ്റുകയായിരുന്നു.
അങ്ങനെ തൻ്റെ അധ്യാപന കാലം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇഷ്ടവും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഒരുമ്പെടുകയായിരുന്നു. അദ്ദേഹം അറബി പഠിച്ചിട്ടുണ്ട്, സംസ്കൃതം അദ്ദേഹത്തിന് അറിയാം, മലയാളം അറിയാം, പേർഷ്യനും അതുപോലെ ഉറുദു ഭാഷയുടെ എല്ലാം ഇതൊക്കെ എന്തൊക്കെയോ മാപ്പിളപ്പാട്ടിൽ അടങ്ങിയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പല ഡിക്ഷണറികളും തേടി അദ്ദേഹം പലയിടത്തും അലഞ്ഞു. അദ്ദേഹത്തോട് തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവരത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ 1% പോലും ഈ ഇരിക്കുന്ന ഞങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങളും അല്ലെങ്കിൽ എഴുതുന്നു പാടുന്നു എന്നതിനൊക്കെ അപ്പുറം പക്ഷേ ഒരു ശൈലിയെക്കുറിച്ച് എന്താണ് കമ്പി, എന്താണ് വാൽക്കമ്പി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ അറേബ്യയിൽ നിന്ന് എന്തൊക്കെ വന്നു, പേർഷ്യയിൽ നിന്ന് എന്തൊക്കെ വന്നു, മലയാളത്തിൽ നിന്ന് എന്തൊക്കെ വന്നു, ഇതൊക്കെ വളരെ ഭംഗിയായി ഒരു മാലയിലെ മണികൾ പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ഇന്നും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരിക്കലും പ്രായമായിട്ടില്ല. അതാണ് SSF തിരഞ്ഞെടുത്തപ്പോൾ ആ പ്രഥമ ഉപഹാരം ബാലകൃഷ്ണൻ മാഷെ തന്നെ തേടിയെത്തിയത്. കേരളത്തിൻ്റെ മണ്ണിലുള്ള ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ ഉറവിടം തേടിക്കൊണ്ടുള്ള ഒരു യാത്ര, അതാണ് ഈ മാപ്പിള സാഹിത്യ പഠനം എനിക്ക് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിക ജൈവികതയുടെ അറിവധികാരത്തിൻ്റെ ത്വരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ മാപ്പിളയുടെ പാട്ടിനെ, മാപ്പിളയുടെ കഥയെ, മാപ്പിളയുടെ സമരവീര്യത്തെ ഒക്കെ നോക്കിക്കാണാൻ കഴിയും. കാരണം ഇസ്ലാമിക നൈതികതയുടെ തുടർച്ചയാണ് മാപ്പിളയുടെ ജീവിതവും മാപ്പിളയുടെ ചിന്തയും മാപ്പിളയുടെ സൗന്ദര്യ ദർശനവും ഒക്കെ. അപ്പോൾ ഇസ്ലാമിന് കലയെക്കുറിച്ചുള്ള വീക്ഷണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സദാചാരം, ഈ സദാചാര പ്രവണതയാണ് എല്ലാ ജൈവികതയുടെയും കലാസങ്കല്പം. അവിടെയാണ് സൗന്ദര്യം. സൗന്ദര്യത്തെക്കുറിച്ച് പറയാറുണ്ട് ഈസ്റ്റരി. ഇപ്പോൾ 180 കൊല്ലങ്ങൾക്ക് മുമ്പ് V.G. ബെലൻസ്കി സർഗാത്മകതയെക്കുറിച്ച് പറയുന്നത്, എഫിനിറ്റി വിത്ത് പീപ്പിൾ ഈസ് ദി ആൽഫ ആൻഡ് ഒമേഗ ഓഫ് എസ്തറ്റിക്സ്. സർഗാത്മകതയുടെ സമസ്തവും ജനതയോടുള്ള ബന്ധമാണ്. അപ്പോൾ ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ജനത എങ്ങനെ ജനതയായി വർത്തിക്കണം എന്ന്, മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി വർത്തിക്കണമെന്ന് മനുഷ്യനെ ഉദ്ബോധിപ്പിക്കാൻ കഴിയുന്ന വൈകാരികതയുടെ പ്രകടനമാണ് കലയെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ കല മറ്റേതെങ്കിലും ജനവിഭാഗത്തിൻ്റെ കലാരൂപങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കല മനുഷ്യൻ്റെ വികാരമാണ്. പക്ഷേ എല്ലാ വികാരവും കലയായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് സൗന്ദര്യാത്മകമായ വിഭാവനം എന്ന് പറയുന്നത്. ഈ സൗന്ദര്യാത്മകമായ വിഭാവനം എവിടെ തുടങ്ങുന്നു? അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനതയോടുള്ള ബന്ധം, കലയുടെ ജനതയോടുള്ള ബന്ധം എവിടെ തുടങ്ങുന്നു? അത് കുലഗോത്ര വംശീയതയുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. എല്ലാ കലാരൂപവും അവിടെ നിന്നാണ്. ഒരു ജനതയുടെ കുലഗോത്ര വംശീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ് കലയുണ്ടായത്. ആ കുലഗോത്ര ജാതീയ വംശീയമായ അടിത്തറയിൽ നിന്ന് ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ വളർന്നു വന്ന വൈകാരിക പ്രകടനത്തിൻ്റെ പ്രതിഫലനമായിട്ട് മാപ്പിളപ്പാട്ടുകളെ, മാപ്പിള കഥയെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ചീത്തിരാമുത്തരി ഭത്തിരു തോഹ തന്റെ പദവികൾ മെത്ത് ചൊങ്കൂടൈ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു ശഹിത്ത് സിംഗമെ പൊങ്കമർ തങ്കല് ചെന്തമെ ചെപ്പുകിലു പടി നിപ്പതു കാവൽ ഊത്തത്തോടെ കുറേശുമേ പിടിമണി പിടിയിൽ പിടിവിടനിണ്ടും തേടി കൂടി കൊണ്ടും ചൊക്കൊരു ഹക്കുട ഇക്കുവ ചാത്തിടെ പാരമേ ചീത്തിരാമുത്തരുമത്തിരു തോഹ തന്റെ പദവികൾ മെത്ത് ചൊങ്കൂടൈ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു ശഹിത്ത് സിംഗമെ പൊങ്കമർ തങ്കല് ചെന്തമെ ചെപ്പുകിലു പടി നിപ്പതു കാവൽ ഊത്തത്തോടെ കുറേശുമേ പിടിമണി പിടിയിൽ പിടിവിടനിണ്ടും തേടി കൂടി കൊണ്ടും ചൊക്കൊരു ഹക്കുട ഇക്കുവ ചാത്തിടെ പാരമേ ചീ
പദവികൾ മെത്ത് ചൊങ്കൂടെ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു ശഹിത്തേ. ഒത്തിട വേദം ഒത്തൊളി സത്തം താത്തി മണിത്ത് വീലയിലിട്ട് ഉങ്കുടെ വമ്പരെ മുമ്പിനണൈത്ത് ഒരു പിടി മണ്ണിൽ ലൂതിട്ട് മട്ടവിലിട്ടിത ദൃഷ്ടികളിട്ടുമെ കണ്ടിക തിണ്ടലുമേറിട്ട് മുഞ്ചുട അഞ്ചിത പൊഞ്ചിരി തൂകി തഞ്ചമി പൊന്തി മുറൂറിട്ടേ. ഉദിമതി നബി മക്ക വിധിഹിത മൊടുമക്ക മക്കാതിക്കത് വിട്ടു കടന്ന് ദിക്ക് മദീനത്തേക്ക് കുതിക്കാൻ സുവിധമയങ്കും ഹിജ്റ ഇതാ സമതവൻ തന്റെ സുഹൃതമിതാ പുങ്കവർ ഭംഗിയിൽ കാതമെ താണ്ടുവതാ. ചീത്തിര ചീത്തിര മുത്തരുമത്തിരു തോഹ തന്റെ പദവികൾ മെത്ത് ചൊങ്കൂടെ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു ശഹിത്തേ. ഒത്തിട യാത്ര കൊത്ത സിദ്ദീഖുൽ മുത്തബുബക്കർ കൊപ്പരമേ ഒട്ടകമപ്പടിയൊട്ടുമയെണ്ണം ഇത്തിരിയുണ്ടത തന്നിയുമേ ചെണ്ടുട രണ്ടരു ദണ്ഡമയട്ടും തിണ്ടിട പിണ്ടിട മുന്തനമേ ചന്ദിര സുന്ദര പൊന്തനുവാക് എന്തൊരു വെട്ടം കണ്ടിടുമേ. ചിതമൊടു പുകൾ മക്ക പതിപൊരു സുരമക്ക മക്ക 40 വിട്ടു കടക്കാൻ ഹക്കൻ നെങ്കിട മാക്കിടയോക്കാൻ സുവിധമയങ്കും ഹിജ്റ ഇതാ സമതവൻ തന്റെ സുഹൃതമിതാ പുങ്കവർ ഭംഗിയിൽ കാതമെ താണ്ടുവതാ. ചീത്തിര ചീത്തിര മുത്തരുമത്തിരു തോഹ തന്റെ പദവികൾ മെത്ത് ചൊങ്കൂടെ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു ശഹിത്തേ. ഇത്തിരി നേരമേ കണ്ണുക കാണാം തത്തല മൂപ്പരു നിശ്ചലമായി ഇമ്പരു മുമ്പരു വിട്ട് കടന്ന് സംഭവമോർത്തിടയക്ഷമരായി ഇന്തിടയന്തിയിൽ പാതിരയങ്ങിനെ പരപര നേരമേ സുബിഹിയതായി പച്ച വിരിപ്പതു മാറ്റി മാവലിയത്തിന് കണ്ടവർ ചേപ്പറയാ. ഗുണമണി വരപക്ക പരിശുദ്ധ തിരുമക്ക മക്ക പന്തലം വിട്ട് കടക്കാൻ ദിക്ക് മദീനത്തേക്ക് കുതിക്കാൻ സുവിധമയങ്കും ഹിജ്റ ഇതാ സമതവൻ തന്റെ സുഹൃതമിതാ പുങ്കവർ ഭംഗിയിൽ കാതമെ താണ്ടുവതാ. ചീത്തിര ചീത്തിര മുത്തരുമത്തിരു തോഹ തന്റെ പദവികൾ മെത്ത് ചൊങ്കൂടെ ചെങ്കതിർലെങ്കിടും തിങ്കൾ പേടി വിട്ടു ശഹിത്ത് സിംഗമെ പൊങ്കമർ തങ്കളി ചെന്തമെ ചെപ്പുകിലു പടി നിപ്പതു കാവൽ ഊറ്റത്തോടെ കുറേശുമേ പിടിമണി പിടിയിൽ പിടിവിടനിണ്ടും തേടി കൂടി കൊണ്ടും ചൊക്കൊരു ഹക്കുട ഇക്കുവ ചാറ്റിലെ പാരമേ. കുർത്തോ താനിന്തുള്ളേ കരിമ്പൂത പകായേരയെ കൂട്ടം കനിന്തെന്റെ മാലികാവെന്താ ഉടനെ കുരമുഖമുടയവൻ അവികളെടുത്ത് തിരുതരയുമസകലവനിലുമൊത്ത് കരിഷണമിനബില പെരിപതിയൊത്ത് കൂട്ടം വീടൊന്നിട്ട് ഉള്ളർന്നിടുവേ ചേർന്നിട്ടാമികളെ എതിർ തോരെ പോരെ ദൂരെ ചെന്തേ കൊടു തൊട്ട് കൂടിട്ട് കൊണ്ടേ എങ്കെ ക്ഷണമതിലണ മുണമണത്തിട വേണം കിണിമിക തരമതിലുമകളും പോണം ചുണിപുകിന്നര ശരജയ പൊണി ബാണം ചെന്തി താരി തന്റെ കുഫിറുകളെല്ലാം കുർത്തോ താനിന്തുള്ളേ കരിമ്പൂത പകായേരേ കൂട്ടം കനിന്തെന്റെ മല്ലികാവെന്താ ബാരോ തടി തമ്പരേണം വീണை താകില് മറ്റും ബാധീതയെടുത്ത്
പുറപ്പെട്ടുള്ളേ ക്ഷണമിൽ പടകു ഫിരിട്ട പൊട്ട മേരി പൊട്ടി കട്ടിനം ചട്ടി ചട്ട ചട്ടമട്ടിയടി പൊട്ടി ചട്ടിനം പടകു ഫിരിട്ട പൊട്ട മേരി പൊട്ടി കട്ടിനം ചട്ടി ചട്ട ചട്ടമട്ടിയടി പൊട്ടി ചട്ടിനം തുടിമുര സട്ടി സട്ടി മേരി പൊട്ടി നട്ടിനം ബാരോ നോടലിയേറ്റം കൊടി കോരന്താ ബാരോ നോടലിയേറ്റം കൊടി കോരന്താ ഈരാ കാവാഫിർ എന്താതി വാദം മാതിച്ച് കൊണ്ടിട്ട പുലിക്കകം മീകന്റെ കേടയർ തിട്ടം ഇരുമകളിട കുഫ ഇടലിട്ട് ചാട്ടം തിരുമകളുടെ പൊട്ട് കതിർമയിലോട്ടം ഇരുമകളിട കുഫ ഇടലിട്ട് ചാട്ടം തിരുമകളുടെ പൊട്ട് കതിർമയിലോട്ടം ഇടം വെട്ടി അടിപൊടിക്കോടും പായ്ക്കൂട്ടം ഈണാ കുഫിർ തയ്യ ചതി കോഫത്താ ഈണാ കുഫിർ തയ്യ ചതി കോഫത്താ താജാ കൊടുങ്കാലൻ ഊരം ചീരാവിടെ തുള്ളി കാണ്ടാവടിറംല തടങ്കലുമേ ഇങ്കി കലികുന നഫകുലലു തഫരിന്തീട്ടി ഇലമിട ഫരന്തുള്ള ഇടം തരമോട്ടി നിലപെട്ട കുതുകുല ഇടകഫ മാട്ടി കഫ ഫഗയേരെ അതിങ്കോരത്താ ഫാരം ശുചായികളടങ്കലും ഒരുമിത്ത് ബാട്ടം സുക്ഷീരത്തോടടുത്ത് ചുറ്റിയെ കുഫറുകൾ പടവില് മുറിപൊട്ട് തീകൃതമേ താളം കുന്നിമണ്ണി കിളി കിളി തീകൃതമേ മേളം പടവില് മുറിപൊട്ട് തീകൃതമേ താളം കുന്നിമണ്ണി കിളി കിളി തീകൃതമേ മേളം ഇടമിട്ട് വികൃതമേ പിടി പിളി താളം പാടും ധോനി രാഗം ഫിരിങ്കോശത്താ പാടും ധോനി രാഗം ഫിരിങ്കോശത്താ ഈരാ കാവാഫിർ എന്താതി മാതം മാതിച്ച് കൊണ്ടിട്ട പുലിക്കകം മീകന്റെ കേടയർ തിട്ടം ഇരുമകളിട കുഫ ഇടലിട്ട് ചാട്ടം തിരുമകളുടെ പൊട്ട് കതിർമയിലോട്ടം ഇരുമകളിട കുഫ ഇടലിട്ട് ചാട്ടം തിരുമകളുടെ പൊട്ട് കതിർമയിലോട്ടം ഇടം വെട്ടി അടിപൊടിക്കോടും പായ്ക്കൂട്ടം ഈണാ കുഫിർ തയ്യ ചതി കോഫത്താ ഈണാ കുഫിർ തയ്യ ചതി കോഫത്താ താരാ പട തങ്കം കനിന്തേ ചുംബയാമാൻ താരാ പട തങ്കം കനിന്തേ ചുംബയാമാൻ താടാ സുജൂദിൽ വീണിരന്തിടുവാൻ നിന്നും തടിയക പൊടിയ വൈകളത്ത് തൊട്ട് ഇളമതിൽ അരുളിട്ട് നബിപത്ത് തൊട്ട് അനുദിനം യമകൾ കവരിമത്തിടം താനേ സലാമത്ത് തനിങ്കെ കോനേ കുർത്തോ താനിന്തുള്ളേ കരിമ്പൂത പകായേരേ കൂട്ടം കനിന്തെന്റെ മല്ലിക്കാവെന്താ ഉടനെ പുരമുഖമുടയവൻ അവികളെടുത്ത് തിരുതരയുമസകലവനിലുമൊത്ത് കരിശണ മിനബില പെരിപതിനൊത്ത് കൂട്ടം പീടുന്തിട്ട് ഉള്ളർന്നിടുവേ ചേർന്നീട്ടാമൈകളെ എതിർത്തോരെ പോരെ ദൂരെ ചെന്തേ കൊടുത്തൊട്ട് കൂടിട്ട് കൊണ്ടേ എങ്കെ ക്ഷണമതിലണമുണ മണത്തിടവേണം കിണിമിക തരമതിലുമകളും പോണം ചുണിഫുകിന്തര ശരജയ പൊണ്ണി ബാണം ചെന്തി തരി തെന്റെ കുഫിറുകളെല്ലാം കോർത്തോ താനിന്തുള്ളേ കരിമ്പൂത പകായേരേ കൂട്ടം കനിന്തെന്തേ മലിക്കാവെന്താ മദീന മദീന തിരുനബി ഉറങ്ങും ധന്യമദീന കരയുന്ന കൽബാൽ പാടാം ഞാൻ സലാം പാടാം ഞാൻ സലാം
മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. മനസ്സിൻ്റെ വേദനകൾ ഹബീബിൽ പറഞ്ഞിടാൻ. മയങ്ങും മണൽപ്പുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മയങ്ങും മണൽപ്പുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മലരുറങ്ങും തന്നെ ഭൂമിയിൽ അന്ത്യം വരഞ്ഞിടാൻ. മധുര ദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. മനസ്സിൻ്റെ വേദനകൾ ഹബീബിൽ പറഞ്ഞിടാൻ. മയങ്ങും മണൽപ്പുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മയങ്ങും മണൽപ്പുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മലരുറങ്ങു ധന്യ ഭൂമിയിൽ അന്ത്യം മറഞ്ഞിടാൻ. മധുര ദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. നടന്നു നടന്ന തിരുഭൂമിയിലണഞ്ഞെൻ്റെ പിടയ്ക്കുന്ന ഹൃദയം തുടിച്ചിടണം. പറന്നു പറന്ന തിരുതിങ്കൾ നിലാവിൻ്റെ ചാരയൻ പ്രണയ വിസ്മയം തീർക്കണം. നടന്നു നടന്ന തിരുഭൂമിയിലണഞ്ഞെൻ്റെ പിടയ്ക്കുന്ന ഹൃദയം തുടിച്ചിടണം. പറന്നു പറന്ന തിരുതിങ്കൾ നിലാവിൻ്റെ ചാരയൻ പ്രണയ വിസ്മയം തീർക്കണം. പാവനപാദം പതിഞ്ഞ ഭൂമിയിൽ ഞാൻ ചെന്നില്ല. പാരിതിൽ പ്രശോഭിതമാം തിങ്കളെ ഞാൻ കണ്ടില്ല. പലരും പോയി മൺമറഞ്ഞ പതിമദീന കണ്ടില്ല. പരിമളം ചിന്തുന്ന മണ്ണിൽ ചുണ്ടുകൾ ഞാൻ വച്ചില്ല. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. മനസ്സിൻ്റെ വേദനകൾ ഹബീബിൽ പറഞ്ഞിടാൻ. മയങ്ങും മണൽപ്പുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മയങ്ങും മണൽപ്പുരിയിൽ കരഞ്ഞു തളർന്നിടാൻ. മലരുറങ്ങും ധന്യഭൂമിയിൽ അന്ത്യം മറന്നിടാൻ. മധുര ദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. കരഞ്ഞു കരഞ്ഞ തിരുസ്നേഹനീലാവിൻ്റെ മധുകൊല്ലികൾ പാടിയുറങ്ങിടണം. നനഞ്ഞു നനഞ്ഞു തോടിർത്തൻ്റെ കണ്ണുകളിൽ ഹബീബിൻ്റെ മധുരമുഖം പതിഞ്ഞിടണം. കരഞ്ഞു കരഞ്ഞ തിരുസ്നേഹനീലാവിൻ്റെ മധുകൊല്ലികൾ പാടിയുറങ്ങിടണം. നനഞ്ഞു നനഞ്ഞു തുടിർതന്റെ കണ്ണുകളിൽ ഹബീബിന്റെ മധുരമുഖം പതിഞ്ഞിടണം. ആശിക്കീങ്ങളോടിയണയും പുണ്യഭൂമി കണ്ടില്ല. ആശകളാലെ കിടന്ന് കനവിലും നബി വന്നില്ല. ആയിരങ്ങൾ ദാഹം തീർത്ത പൂമദീന കണ്ടില്ല. ആഗ്രഹങ്ങളാൽ നിറഞ്ഞ വേദനകൾ തീർന്നില്ല. മദീന മലർവനിയിൽ ഹൃദയം തകർന്നു ഞാൻ. മദീന മദീന തിരുനബിയുറങ്ങും ധന്യമദീന മലരുറങ്ങു ധന്യഭൂമിയിൽ അന്ത്യം മറന്നിടാൻ. മധുരദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ. മധുരദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ.
മധുരദീപമൻ ഹബീബിനെ കനവിൽ കണ്ടിടാൻ. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്ത് നബിയുല്ലാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്ത് നബിയുല്ലാഹ്. മാനത്ത് പാൽനില പൂരണ ചന്ദ്രൻ ആറ്റിൽ മുഖം കണ്ട. മാനത്ത് പാൽനില പൂരണ ചന്ദ്രൻ ആറ്റിൽ മുഖം കണ്ട. നാണിച്ചു കാർമുകിൽ പിന്നിലൊളിക്കുന്ന പ്രഭയാണൻ നൂറുല്ലാഹ്. നാണിച്ചു കാർമുകിൽ പിന്നിലൊളിക്കുന്ന പ്രഭയാണൻ നൂറുല്ലാഹ് ഖാതിം റസൂലുള്ളാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്ത് നബിയുല്ലാഹ്. മൂവന്തി നേരത്ത് ചെങ്കടലോരത്തിൽ പകലൊരുതി കൊണ്ട. മൂവന്തി നേരത്ത് ചെങ്കടലോരത്തിൽ പകലൊരുതി കൊണ്ട. സൂര്യൻ ചെന്നാഴിയിൽ പൊന്മുഖം പൂഴ്ത്തുന്ന നിറമൻ റസൂലുള്ളാഹ്. സൂര്യൻ ചെന്നാഴിയിൽ പൊന്മുഖം പൂഴ്ത്തുന്ന നിറമൻ റസൂലുള്ളാഹ് ത്വാഹ നബിയുള്ളാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്ത് നബിയുല്ലാഹ്. രാവിന്നിരുളിൽ എൻ വീട്ടിലാ പൊന്നൊളി പുഞ്ചിരി തൂകുമ്പോൾ. രാവിന്നിരുളിൽ എൻ വീട്ടിലാ പൊന്നൊളി പുഞ്ചിരി തൂകുമ്പോൾ. പിന്നെ ചീരാതുകളെന്തിനൻ കൽബിൻ വിളക്കായ റൂഹുല്ലാഹ്. പിന്നെ ചീരാതുകളെന്തിനൻ കൽബിൻ വിളക്കായ റൂഹുല്ലാഹ് ഹാമിൻ നബിയുല്ലാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്ത് നബിയുല്ലാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴി പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുല്ലാഹ് മുത്ത് നബിയുല്ലാഹ് മുത്ത് നബിയുല്ലാഹ്.
ചിങ്കപ്പുലി ഖാലിദരും ചിങ്കപ്പുലി ഖാലിദരും ദുരയാനമ്രം പുനർമർത്ത സഹബോർ ചിലർ ചാവര് കൊള്ളയടിച്ച് തകർത്ത് മുറിത്തിടവേ കുപ്പാർകളും തേങ്ങിടവേ അടിച്ചിറച്ചിനത്ത് വെട്ടുകൾ കനത്ത തട്ടുകൾ വടി കുപ്പറുകളെ മുറിത്തു ശിരവള മൊടി തരുതര ചതുർപ്പടം അവർ പരിചാട്ടി മുറിത്തിടവേ ചിങ്കപ്പുലി ഖാലിദരും ദുരയാനമ്രം പുനർമർത്ത സഹബോർ ചിലർ ചാവര് കൊള്ളയടിച്ച് തകർത്ത് മുറിത്തിടവേ കുപ്പാർകളും തേങ്ങിടവേ അടിച്ചിറച്ചിനത്ത് വെട്ടുകൾ കനത്ത തട്ടുകൾ വടി കുപ്പറുകളെ മുറിത്തു ശിരവള മൊടി തരുതര ചതുർപ്പടം അവർ പരിചാട്ടി മുറിത്തിടവേ അംഗം തൻ ഖാലിദർ മൈമനത്തും അതുപോലെ മൈസരത്തും മുനം അടൽ പിമ്പിലും എപ്പടി മത്തിരി കോർസകലം രണവായ് അംഗം തൻ ഖാലിദർ മൈമനത്തും അതുപോലെ മൈസരത്തും മുനം അടൽ പിമ്പിലും എപ്പടി മത്തിരി കോർസകലം രണവായ് ഇടിസരം പോൽ മുഴങ്ങുവരായി രജമുകൾ അണിந்து മൗണകൾ ഉണർന്ന് ഗോപമൈ അയർത്തു മത്തറുകൾ പിടിത്തു ബിജുഗോ ആകെ ചവർ ചോരിതമെപ്പടി ചെപ്പുകിലു കിടവേ ചിങ്കപ്പുലി ഖാലിദരും ദുരയാനമ്രം പുനർമർത്ത സഹബോർ ചിലർ ചാവര് കൊള്ളയടിച്ച് തകർത്ത് മുറിത്തിടവേ കുപ്പാർകളും തേങ്ങിടവേ അടിച്ചിറച്ചിനത്ത് വെട്ടുകൾ കനത്ത തട്ടുകൾ വടി കുപ്പറുകളെ മുറിത്തു ശിരവള മൊടി തരുതര ചതുർപ്പടം അവർ പരിചാട്ടി മുറിത്തിടവേ പൊങ്കിക്കളമിൽ കുതിരന്തളം കെട്ടിട കാപ്പിർകളെ ചകമെത്തി പോരിൽ വെള്ളുന്തിട്ട ഹരിപരിയും നെടിലും ദിനയായി പൊങ്കിക്കളമിൽ കുതിരന്തളം കെട്ടിട കാപ്പിർകളെ ചകമെത്തി പോരിൽ വെള്ളുന്തിട്ട ഹരിപരിയും നെടിലും ദിനയായി അലക്കടൽ പോൽ കുലുങ്കിടവേ രജമുകൾ അണിந்து മൗണകൾ ഉണർന്ന് ഗോപമൈ അയർത്തു മത്തറുകൾ പിടിത്തു ബിജുഗോ ആകെ ചവർ ചോരിതമെപ്പടി ചെപ്പുകിലു കിടവേ ചിങ്കപ്പുലി ഖാലിദരും ദുരയാനമ്രം പുനർമർത്ത സഹബോർ ചിലർ ചാവര് കൊള്ളയടിച്ച് തകർത്ത് മുറിത്തിടവേ കുപ്പാർകളും തേങ്ങിടവേ അടിച്ചിറച്ചിനത്ത് വെട്ടുകൾ കനത്ത തട്ടുകൾ വടി കുപ്പറുകളെ മുറിത്തു ശിരവള മൊടി തരുതര ചതുർപ്പടം അവർ പരിചാട്ടി മുറിത്തിടവേ ചിങ്കപ്പുലി ഖാലിദരും ദുരയാനമ്രം പുനർമർത്ത സഹബോർ ചില ചാവര് കൊള്ളയടിച്ച് തകർത്ത് മുറിത്തിടവേ കുപ്പാർകളും തേങ്ങിടവേ അടിച്ചിറച്ചിനത്ത് വെട്ടുകൾ കനത്ത തട്ടുകൾ വടി കുപ്പറുകളെ മുറിത്തു ശിരവള മൊടി തരുതര ചതുർപ്പടം അവർ പരിചാട്ടി മുറിത്തിടവേ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വഹാറസൂ അഹദിന്റെ കനിവാണൻ
മുസ്തഫ ത്വാഹ റസൂൽ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വാഹ റസൂൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാൽ ഹൃദയങ്ങൾ കുളിരേകാൻ വന്നോരല്ലോ ത്വാഹ മുത്തു റസൂലേ ത്വാഹ തിങ്കൾ ഹബീബേ അഹദിന്റെ കനിവാണൻ മുസ്തഫ ത്വാഹ റസൂൽ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വാഹ റസൂൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാൽ ഹൃദയങ്ങൾ കുളിരേകാൻ വന്നോരല്ലോ ത്വാഹ മുത്തു റസൂലേ ത്വാഹ തിങ്കൾ ഹബീബേ റബ്ബിൻ കൽപ്പന അടിമയിലേകാൻ മണ്ണിലുദിച്ചൊരു മഹബൂബേ അപരാധത്തിൻ പാപക്കടലിൽ തണലായി വന്നൊരു സയ്യിദരേ റബ്ബിൻ കൽപ്പന അടിമയിലേകാൻ മണ്ണിലുദിച്ചൊരു മഹബൂബേ അപരാധത്തിൻ പാപക്കടലിൽ തണലായി വന്നൊരു സയ്യിദരേ മുത്ത് ബിലാലിൻ ബാങ്കൊലി അകലെ ത്യാഗത്തിൻ കഥ പറയുമ്പോൾ നന്മയുണർത്തും പുണ്യ റസൂലിൻ മധുകൾ എന്നിൽ നിറയുന്നു മുത്ത് ബിലാലിൻ ബാങ്കൊലി അകലെ ത്യാഗത്തിൻ കഥ പറയുമ്പോൾ നന്മയുണർത്തും പുണ്യ റസൂലിൻ മധുകൾ എന്നിൽ നിറയുന്നു ത്വാഹ മുത്തു റസൂലേ ത്വാഹ തിങ്കൾ ഹബീബേ അഹദിന്റെ കനിവാണൻ മുസ്തഫ ത്വാഹ റസൂൽ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വാഹ റസൂൽ മുത്തൊളി ബീവി ഖദീജയിലിണയായി റബ്ബ് വിധിച്ചൊരു നൂറല്ലേ മാമരു മണ്ണിൽ കാരുണ്യത്തിൻ മാതൃക കാട്ടിയ ഗുരുവല്ലേ മുത്തൊളി ബീവി ഖദീജയിലിണയായി റബ്ബ് വിധിച്ചൊരു നൂറല്ലേ മാമരു മണ്ണിൽ കാരുണ്യത്തിൻ മാതൃക കാട്ടിയ ഗുരുവല്ലേ ജല്ല ജലാലിൻ സന്നിധിയിൽ ഞാൻ വന്നണയുന്നൊരു കാലത്ത് തൗബയിലൊരു ജന്മമതിൽ പരരക്ഷകളേകും നിധിയല്ലേ ജല്ല ജലാലിൻ സന്നിധിയിൽ ഞാൻ വന്നണയുന്നൊരു കാലത്ത് തൗബയിലൊരുകും ജന്മമതിൽ പരരക്ഷകളേകും നിധിയല്ലേ ത്വാഹ മുത്ത് റസൂലേ ത്വാഹ തിങ്കൾ ഹബീബേ അഹദിന്റെ കനിവാണൻ മുസ്തഫ ത്വാഹ റസൂൽ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വാഹ റസൂൽ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാൽ ഹൃദയങ്ങൾ കുളിരേകാൻ വന്നോരല്ലോ ത്വാഹ മുത്തു റസൂലേ ത്വാഹ തിങ്കൾ ഹബീബേ അഹദിന്റെ കനിവാണൻ മുസ്തഫ ത്വാഹ റസൂൽ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വാഹ റസൂൽ അഹദിന്റെ കനിവാണൻ മുസ്തഫ ത്വാഹ റസൂൽ ഫിർദൗസിനൊളിവാണൻ തിങ്കളാം ത്വാഹ റസൂൽ جنود العتمة قد ظلما قد رمى سهما قلوب الناس قد امتلأ
أسود ظلما جنود العتمة قد ظلما قد رمى سهما قلوب الناس قد امتلأ أسود ظلما توبى يا من قاد الحرب توبى يا من قاد الحرب توبى توبى لمن استأصل توبى 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 وأبه كل الأنهاء يهداكم طاب به أفيدا وتساقم قد كر النيرة توبى قد فر العتمة توبى قد فر الضوء وتوبى يا توبى توبى جنود العتمة قد ظلما قد رمى سهما قلوب الناس قد امتلأ أسود ظلما وللحجار قوى على الأرض وسوى وللأشجار سوى كذا قال اللفظى وللحجار قوى على الأرض وسوى وللأشجار سوى كذا قال اللفظى فجئتم حق مجيئي بمستقيم نبائي فجئتم حق مجيئي بمستقيم نبائي من الإله الله لا غير غيرا من الله للناس منا خير خيرا من الإله الله لا غير غيرا من الله للناس منا خير خيرا وبه كل الأنهاء يهداكم طاب به أفيدا وتساقم قد فر النيرة توبى قد فر العتمة توبى قد جر الضوء وتوبى يا توبى توبى جنود العتمة قد ظلما قد رمى سهما قلوب الناس قد امتلأ أسود ظلما وليحبان قنا قتال وعينا نبيذ ولسنا لولاه ما كنا وليحبان قنا قتال وعينا نبيذ ولسنا لولاه ما كنا ويوما سال شريعا عيون عجبا ويوما سال الشريعة عيون عجبا للحرب من ناغ الناس توبة توبة نظم غيث الاتحاد طابة طابة للحرب من ناغ الناس توبة توبة نظم غيث الاتحاد طابة طابة ضاء به كل الأنهاء يهداكم طاب به أفيدا وتساقم قد جر النيرة توبى قد فر العتمة طوبى قد جر اللوع وتوبى يا توبى توبى جنود العتمة قد ظلما قد رمى سهما قلوب الناس قد امتلأ أسود ظلما